പ്രസരണം നമ്മുടെ നാട്ടിലാകെ ഈ സമരത്തെ തുടർന്നെത്തുകയാണ്. നിരന്തരം വാർത്തകൾ വരികയാണ്. ഈ വാർത്ത വായിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ അവരുടെ നാട്ടിൽ ഇങ്ങനെ സംരംഭം തുടങ്ങാൻ സമ്മതിക്കും. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ കമ്പനി ഉടമകൾക്കാണ്. കമ്പനി ഉടമകൾ അവരുടെ പിടിവാശി ഉപേക്ഷിച്ച് ഈ കമ്പനി ഇവിടെ നിന്ന് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. കുറെ കാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരു മുതലാളിയും ജനങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ ഒരു കാലത്ത് ഭൂപ്രമാണിമാർ തീരുമാനിക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രം ചലിച്ചിരുന്ന പ്രദേശമാണ്. താമരശ്ശേരിയും പുതുപ്പാടിയും കോടഞ്ചേരിയുമെല്ലാം ഭൂപ്രമാണിമാർ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലമുണ്ട്. അവർ തീരുമാനിക്കുന്നതിനനുസരിച്ച് ജീവിച്ച ഒരു കാലമുണ്ട്. അതെല്ലാം അവസാനിപ്പിച്ചത് ഇവിടുത്തെ സംഘടിത പ്രസ്ഥാനങ്ങൾ തന്നെയാണ്, ജനങ്ങളാണ്. ആ ഓർമ്മ വെച്ചുകൊണ്ട് വേണം ഫ്രഷ് കട്ട് കമ്പനിയുടെ ഉടമകൾ ജനങ്ങളോട് പെരുമാറാൻ. പോലീസ് ഏമാന്മാർക്ക് പിന്തിരിയേണ്ടി വന്നു. അവർ ഞങ്ങൾ പറഞ്ഞിടത്തെത്തുകയും ആ മാലിന്യ നിക്ഷേപം അവസാനിപ്പിക്കുകയും ഞങ്ങൾക്കെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുകയും ചെയ്തു എന്നത് ചരിത്രത്തിലെ വലിയ തിളങ്ങുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജനതയോട് ഞാൻ പറയുകയാണ്, എന്ത് ഭീഷണി ഉണ്ടായാലും ശരി, എന്തൊക്കെ കള്ളക്കേസുകൾ ഉണ്ടായാലും ശരി, നിങ്ങൾ പിന്മാറരുത്. നിങ്ങൾ പിന്മാറില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, കാരണം നിങ്ങൾ സമരം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, വരുന്ന ഒരു തലമുറ, ആ തലമുറയ്ക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഏതൊരു പൗരന്റെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവകാശമാണ് ശുദ്ധവായുവും ശുദ്ധവെള്ളവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് സ്വസ്ഥമായിട്ട് വസിക്കുക എന്നത്. അത് തടസ്സപ്പെടുത്തുവാൻ, അത് നശിപ്പിക്കുവാൻ ഒരു ഫ്രഷ് കട്ട് മുതലാളിക്കും അവകാശമില്ല എന്ന് ഉറക്കെ ഉറക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് പറയുവാനുണ്ട്, ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇതാ ഇത്രയും ആളുകൾ സമരം ചെയ്യുന്നത് വേറൊരു ലക്ഷ്യത്തിനുമല്ല, വേറൊരു ലക്ഷ്യവും അവർക്കില്ല. നിങ്ങൾക്കറിയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്, എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ള പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ്. ഈ ഫ്രഷ് കട്ടും അതുണ്ടാക്കുന്ന മാലിന്യവും കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നുണ്ട്. ഞങ്ങൾക്കുള്ള അതേ അവസ്ഥയാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കല്യാണത്തിന് വിളിച്ചാൽ ആളുകൾ വരാറുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ആളുകൾ മനം പുരട്ടൽ കൊണ്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കൾ സ്കൂളിലും മറ്റു കുട്ടികളിൽ നിന്ന് ഇതാ മണമുള്ള നാറുന്ന നാട്ടിൽ നിന്ന് വരുന്നവരാണ് എന്ന് അത്തരത്തിലുള്ള അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ജനത, ഞങ്ങളുടെ നാട്ടുകാരെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നത്, നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ അന്തിമ സമരം വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് പോയപ്പോഴാണ്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എനിക്കുള്ള അപേക്ഷ, ഈ ഇവിടുത്തെ അമ്മമാരുടെയും ഉമ്മമാരുടെയും പ്രായമുള്ളവരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ഈ പ്രയാസം കാണാൻ മുഖ്യമന്ത്രി ഒരു ദിവസം ഇങ്ങോട്ട് വരണം. ഈ പ്രയാസങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെടണം. അതിനെതിരെ ഫ്രഷ് കട്ട് മുതലാളിക്കെതിരെ, ഇവിടെ ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ഫ്രഷ് കട്ട് മുതലാളിക്കെതിരെ നടപടിയെടുക്കുവാൻ, ആ കമ്പനി അടച്ചുപൂട്ടുവാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയുവാനുള്ളത് ഇവിടുത്തെ പോലീസ് ഏമാന്മാരോടാണ്. ഈ ജനതയെ ഇങ്ങനെ തല്ലിച്ചതക്കുവാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത്? ആരാണ് അവകാശം തന്നത്? കുട്ടികളെയും സ്ത്രീകളെയും പോലും വലിച്ചെടുക്കുവാനും അതുപോലെ തന്നെ മർദ്ദിക്കാനും ഒക്കെ ആരാണ് അവകാശം തന്നത്? അവരേതെങ്കിലും കേസുകളിൽ പ്രതികളല്ല. അവരവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോ മുന്നോട്ട് വന്നവരാണ്. അവരെ ഇങ്ങനെ തല്ലിച്ചതക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല. നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് പോയാൽ നിങ്ങൾക്ക് തന്നെ വലിയ ഭവിഷ്യത്തുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ഇടപെടുന്നത്. അതുകൊണ്ട് ഈ ജനത സമരം ചെയ്യുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി ആ ജനതയുടെ ജീവന സംരക്ഷണം നൽകാനാണ് പോലീസ് ഏമാന്മാർ എന്ന നിലക്ക് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചെയ്തികളിൽ പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ തല്ലിച്ചതച്ച, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കരണത്തടിച്ച, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വലിച്ചിഴച്ച പോലീസ് ഏമാന്മാർ പിന്നീട് പശ്ചാത്തപിച്ചുകൊണ്ട് അവരുടെ വാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പുന്നോൽ പെട്ടിപ്പാലത്തെ ജനതയോട് ചെയ്തത് അതിക്രമമാണെന്ന് അവർക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്, പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുണ്ട്.
ചിലപ്പോ പശ്ചാത്താപത്തിൽ മാത്രം നിൽക്കില്ല, നിങ്ങളുടെ സർവീസ് മുഴുവൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങൾ അലട്ടുന്ന ഒരു പ്രശ്നമായിട്ടൊന്ന് മാറാനിടയുണ്ട്. അതുകൊണ്ട് ഈ ജനത സമാധാനപരമായിട്ട് സമരം ചെയ്യുമ്പോ അത് അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള അവസാനത്തെ അവരുടെ ശ്രമമാണ്. നാളെ അവരുടെ മക്കളോട് തലയുയർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത് ഞങ്ങൾ സമരം ചെയ്ത് ഞങ്ങളുടെ അന്തരീക്ഷം, ഇവിടുത്തെ സ്വസ്ഥമായി ജീവിക്കാനുള്ള അന്തരീക്ഷം തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് എന്ന് പറയാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യവും നേർന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും വിജയം നിങ്ങളുടെ ഭാഗത്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.